ഗൈസ് പുതുവടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നമ്മളിന്നൊരു പക്ക ഡെയിലി വ്ളോഗാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ആദ്യം ശരവണഭവനിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. സോ അത് കണ്ടു ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ നെയ്യ് റോസ്റ്റും മമ്മി മസാല ദോശയും പിന്നെ നമുക്ക് വടയും കൂടി കിട്ടിയിട്ടുണ്ട്. സോ കഴിച്ചതിന് ശേഷം നമ്മളിത് പുറപ്പെടുകയാണ്. നമ്മൾ ആലുവ പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആയത്ത പാലം. സോ ആയത്ത പാലം ക്രോസ് ചെയ്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ എടപ്പള്ളി പോവുകയാണ്. എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളായിരുന്നു. സോ പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളം അവിടെ പെരുന്നാളിൻ്റെ പരിപാടി ഉണ്ട്. സോ നമ്മളങ്ങനെ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പെരുന്നാൾ മെയ് 3-4 ആയിരുന്നു. നമ്മൾ 15 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഫ്രണ്ടിൽ തിരി കത്തിക്കുകയാണ്. സോ എന്തായാലും തിരി കത്തിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും മറ്റോണം തിരി കത്തിക്കലൊന്നും ഇപ്പോൾ ആരുമില്ല. സോ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കടന്നതിനിപ്പോൾ 2 സൈഡിൽ ഫുള്ള് കടകളൊന്നും പോയിട്ടില്ല. 1 മാസത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത്. സോ അങ്ങനെ നമ്മൾ ചെറിയ പള്ളിയിൽ ആദ്യത്തെ പള്ളിയിൽ പോയതിന് ശേഷം നമ്മൾ പുതുക്കിയ വലിയ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. സോ ഇനി ഇവിടെയും കയറി പ്രാർത്ഥിച്ച ശേഷം നമുക്കിനി എന്തായാലും എടപ്പള്ളിയിൽ വന്നതല്ലേ ലുലുമാറിൽ കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഇവിടെ കുറേ കടകളിൽ ഓഫറൊക്കെ കാണാനുണ്ട്. സോ നമുക്ക് ജസ്റ്റ് എന്തായാലും ആദ്യം ലുലു കണക്റ്റിലൊന്ന് കയറി വെക്കാം. ഒരു ലാപ്ടോപ്പ് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മളത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. സോ ഇവിടെ വന്ന് കയറിയാനിപ്പോൾ അത്യാവശ്യം നല്ല ജനക്കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിനൊക്കെ നല്ല വില കുറവുണ്ട്. പുതിയ ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഈ ഒരു 50 രൂപയുടെ ബുക്കിനൊക്കെ നമുക്ക് 27 രൂപയ്ക്കൊക്കെ കിട്ടും. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ സ്പൈഡർമാൻ്റെ കിൻഡർ ജോയ് കണ്ടപ്പോൾ എടുത്തു. പക്ഷേ നമ്മുടെ ജെക്സ് ബ്രോ എല്ലാം മൊത്തം താഴ്ത്തേക്ക് തയ്യാറായിട്ടുണ്ട്. പിന്നെ നോക്കിയാണിപ്പോൾ നമ്മുടെ ലേസ് അമേരിക്കൻ സ്റ്റൈല് പുതിയ കവറൊക്കെ ആക്കിയിട്ടുണ്ട്. സോ അതും അങ്ങോട്ട് പടച്ചു. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസാണ് എടുക്കേണ്ടത്. സോ ഞാൻ എന്തായാലും കുറച്ച് സാലഡ് കുക്കുംബർ എടുക്കുന്നത്, മമ്മി വേറെ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഒരു പുതിയ ഫ്രൂട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഗാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കണേ. അതിന് ശേഷം നമ്മൾ കുറേ അധികം സാധനങ്ങൾ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ക്യൂവിൽ നിൽക്കുമ്പോൾ നോക്കിയാണിപ്പോൾ സൈഡിലെ എല്ലാ ക്യൂവിലും നല്ല തിരക്ക്. നമ്മൾ ആദ്യം കയറിയതിനെക്കാട്ടും നല്ല ജനക്കൂട്ടം വന്നിട്ടുണ്ട്. ഇവിടെ ഫുഡിൻ്റെ സെക്ഷനിലാണെങ്കിൽ പോരിൻ്റെ തിരക്ക്. അതാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് നേരെ പിസ്സ ഹട്ടിൽ കയറി. കാരണം ബാക്കി ഫുഡ് കോർട്ടുണ്ട്, അവിടെയൊക്കെ നല്ല തിരക്കാണ്. സോ U+ പിസ്സ എ മാച്ച് മെയ്ഡ് ഇൻ ദി അവൻ എന്നൊക്കെ ടാഗ് ലൈൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ മീറ്റ് പിസ്സയായിരുന്നു. സോ നമ്മൾ സ്മോൾ പീസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ട് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. നമ്മുടെ ജെക്സ് ബ്രോയി മീഡിയം പറയുന്നതിന് പകരം സ്മോളായി പോയി പറഞ്ഞത് 2 എണ്ണം. ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയ ടൈമിലായിരുന്നു ഓർഡർ ചോദിച്ചു വന്നത്. അപ്പോൾ പിന്നെ നമുക്കിത് വിങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ചീസ് ഗാർലിക് ബ്രെഡ് ഉണ്ട്. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ചീസ് ഗാർലിക് പാക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ്, മുകളിൽ ചീസൊക്കെ ആയിട്ട് സെറ്റ് സാധനമായിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റും ആയിരുന്നു. പിന്നെ ഗാർലിക് ബ്രെഡിൻ്റെ ടേസ്റ്റും അതിൻ്റെ മുകളിലൊരു ചീസിൻ്റെ ഫില്ലിങ് നമ്മുടെ പിസ്സയിലൊക്കെ വരുന്ന പോലെ അത് സെറ്റായിരുന്നു. പിന്നെ ഈ സാധനം കിടിലനായിരുന്നു കേട്ടോ. നമ്മുടെ ഷെഷ്വാൻ മീറ്റ് പിസ്സയായിരുന്നു. സോ അതും പൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് ആലുവ പാലം കടന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. നമ്മൾ പുതിയ ഫൈറ്ററിന് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ആളെ കാണണമെങ്കിൽ നിൽക്കുക കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നുണ്ടോ? അത് ഒരു റെഡ് കളർ ആളെ ബാക്കിൽ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങോട്ട് കാണാം മുമ്പിൽ. കണ്ട വന്ന കണ്ട ക്യാമറ കണ്ടപ്പോൾ വരികയാണ് പോസ് ചെയ്യാനായിട്ട് അല്ലേ കൊച്ചു കള്ളൻ. ഇങ്ങോട്ടാ ഐസ്. ഇത് നമ്മുടെ പുതിയ ടാങ്കാണ് ഗൈസ്. പുതിയ ടാങ്ക്. വെള്ളമൊക്കെ ഇങ്ങനെ വെള്ളം ചാടും. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ലൈറ്റ് ഇങ്ങനെ കത്തി കളിക്കുക ഉള്ളിൽ. പിന്നെ നമുക്കിവിടെ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കണ്ടോ ടൈം, ഡേറ്റ്, ഡിഗ്രി സെൽഷ്യസ് അത്ര ആക്യുറേറ്റ് ആണോ എന്നറിയില്ല. ടൈമും ഡേറ്റൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഉള്ളിൽ ഫിഷ് ടാങ്കിൽ നമ്മുടെ ചർക്കതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. റെഡ് കളർ ഫൈറ്ററാണ് ഗൈസ്. തീറ്റ വേണോ കൊച്ചിന്? ഇനി വേറൊരാളും കൂടി ഉണ്ട് ഗൈസ്. ആളെയും കാണിച്ചു തരാം. ഇതിവിടെ ഒരാളും കൂടി ഉണ്ട് ഗൈസ്. കണ്ടോ ബ്ലാക്ക് കളർ ചെക്കനാണ്. ബ്ലാക്ക് കളർ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ ചെക്കനാണ്. ഇവന് ഇങ്ങനത്തെ ഒരു ഇതായിട്ടുള്ളൂ. നമ്മൾ ഒരു ബൗളും മേടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ താൽക്കാലികമായിട്ട് അവനെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. സേഫാണ്. ഇനി നമ്മളൊരു ബൗൾ മേടിച്ചിട്ട് നിന്നെ മാറ്റാട്ടാ.
സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്